നമുക്ക് ഒരു ഏറ്റവും ബേസ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിനകത്ത് ഓട്ടോമാറ്റിക് എ സിയാണ് വരുന്നത്. ഇത്രയും നാളും നമുക്ക് C3 നിന്ന് ഓട്ടോമാറ്റിക് എ സി കിട്ടിയിരുന്നില്ല. പക്ഷേ ഇനി ഈ പൊസിഷൻ നമുക്ക് മാറ്റാം. ഇപ്പോൾ നോക്കിയാൽ ആ ഒരു ഡിഫറൻസ് നോക്കിയാൽ ഇവരുടെ സീറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കംഫർട്ട് ഏറ്റവും കൂടുതൽ കൂട്ടുന്ന ഒരു സാധനം. സീറ്റും അതുപോലെ സസ്പെൻഷനും ഫ്ലൈങ് കാർപ്പറ്റ് സസ്പെൻഷൻ എന്നാണ് പറയുന്നത്. ആ സൗണ്ട് കേട്ടോ, ബസാൾട്ട് എന്നുള്ള പേര് പോലെ തന്നെ വോൾക്കൻ റോക്ക് അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക് നമുക്ക് വരുന്ന ടോർക്ക് കൺവെർട്ടറിലുള്ള ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വെൽക്കം ടു ഓട്ടോഫൈൽ. ഓട്ടോഫൈലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുണ്ടന്നൂരുള്ള ലാ മൈസൺ സിട്രോണിൻ്റെ ഷോറൂമിലാണ്. സിട്രോണിൻ്റെ ഷോറൂമിൽ അവരുടെ ഏറ്റവും പുതിയ ലോഞ്ചായ ബസാൾട്ടിൻ്റെ റിവ്യൂവിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു വാക്ക് അറൗണ്ട് റിവ്യൂ ആണ്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ ആയിട്ടില്ല. ബട്ട് നമുക്കൊരു വാക്ക് അറൗണ്ട് എടുത്തിട്ട് വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബസാൾട്ടിൻ്റെ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. നമ്മുടെ ബേസ് മോഡൽ തുടങ്ങുന്നത് 7.99 lakhs-ലാണ്. അതായത് 8 lakhs-ന് ഏറ്റവും അടുത്ത് തന്നെ. പക്ഷേ അതൊരു ഇൻട്രൊഡക്ടറി പ്രൈസാണ്. നമുക്കറിയാം ബസാൾട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ കൂപ്പെ ടൈപ്പ് SUV ആണ്. സോ ഇതാണ് നമ്മുടെ ബസാൾട്ട്. ബസാൾട്ടിൻ്റെ പേര് പോലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡിയും ചേസുമാണ് നമുക്ക് ബസാൾട്ടിന് സിട്രോൺ കൊടുത്തിരിക്കുന്നത്. ബസാൾട്ട് എന്നൊരു പേര് ശരിക്കും സൂചിപ്പിക്കുന്നത് വോൾക്കൈൻ റോക്ക് എന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു DR വന്നിട്ടുണ്ട്. ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് നമുക്കൊരു LED ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഇത് ടോപ്പ് മോഡലിൽ മാത്രമാണ് വരുന്നത്. ബാക്കിയുള്ള മോഡലിൽ ഈ LED ലൈറ്റ് നിലവിൽ അവൈലബിൾ അല്ല. നമുക്ക് എന്താണെങ്കിലും സൈഡ് പോർഷനിലേക്ക് പോവാം. ഈ ഒരു DR കണ്ടില്ല, ഈ DR സിട്രോൺ എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. സിട്രോണിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും വലിയൊരു വീൽ ആർച്ചാണ് സൈഡിലായിട്ട് വന്നിരിക്കുന്നത്. അതിൽ 205/60 16 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ ഒരു 16 ഇഞ്ച് വീലിൻ്റെ കൂടെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമ്മുടെ അലോയ് വീലും വന്നിരിക്കുന്നത്. ഡോറിലേക്ക് വരുമ്പോഴും ഇവിടെ നമ്മുടെ മിറർ ഇതെല്ലാം ഒരു ഡ്യുവൽ ടോണിൽ കൊടുത്തിരിക്കുന്നു. ഒരു ഇൻഡിക്കേറ്ററും അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. താഴെ അതുപോലെ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പുറകിലേക്ക് വരുമ്പോഴാണ് ഒരു കൂപ്പെ ഡിസൈൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നത്. A പില്ലറും B പില്ലറും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ക്വാർട്ടർ ഗ്ലാസോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഒഴുക്ക ഷേപ്പിൽ ഒരു ഫ്ലോയിലാണ് ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ തന്നെ പുറകിലേക്ക് വരുമ്പോൾ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് സൈഡിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. പുറകിലും വീൽ ആർച്ചിന് അത്യാവശ്യം വലിയൊരു വീൽ ആർച്ചാണ്. സിട്രോൺ ബസാൾട്ടിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ റൂഫ് ഡ്യുവൽ ടോൺ ആണ്. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു വൈപ്പർ നമുക്ക് കാണുന്നില്ല. കൂപ്പെ ഡിസൈൻ ആയതുകൊണ്ടാകാം നമുക്കൊരു വൈപ്പറോ കാര്യങ്ങളോ ഇവിടെ കാണുന്നില്ല. പക്ഷെ ഒരു ഡിഫോഗ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സിട്രോണിൻ്റെ ബസാൾട്ടിൻ്റെ ബൂട്ട് സ്പേസ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ബസാൾട്ടിൻ്റെ ബൂട്ട് എന്ന് പറയുന്നത്. ഏകദേശം 470 liters ആണ് നമുക്ക് ബൂട്ട് സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് വലിയ ലഗേജും കാര്യങ്ങളൊക്കെ ഒരു 3-4 ലഗേജൊക്കെ കൊണ്ടുപോകാനുള്ള നല്ല സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു സാധാരണ ഡിക്കി പോലെയല്ല, ഇത് ഇത്രയും വൈഡ് ആയത് കാരണം നമുക്കൊരു ഹ്യൂജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഈ പാർസൽ ട്രേ നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ സ്പേഷ്യസ് ആയിരിക്കും. സീറ്റ് ഫോൾഡിങ് ചെയ്യാം. നമുക്ക് പുറകിലത്തെ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് ലെഗ് സ്പേസും ബൂട്ട് സ്പേസും കാര്യങ്ങളും കൂടുതൽ കിട്ടുന്നതാണ്. ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും അല്ല വന്നിരിക്കുന്നത്. നമുക്ക് മാനുവലി തന്നെ ഡോറ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതാണ് നമ്മുടെ സിട്രോൺ ബസാൾട്ടിൻ്റെ കീ വരുന്നത്. നമുക്ക് എന്താണെങ്കിലും കാറിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയുണ്ടാവും കയറി നോക്കാം. സോ ബസാൾട്ടിൻ്റെ ഇൻറ്റീരിയറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഉള്ളിലാണ് ഇരിക്കുന്നത്. സീറ്റിംഗ് നല്ല കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല. നമുക്ക് റിക്ലൈൻ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ അതൊക്കെ മാനുവലാണ്. ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ മാനുവലായിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ഒരു ടോപ്പ് മോഡലാണ് നമുക്ക് ഇരിക്കുന്നത്. 1.2 ലിറ്ററിൻ്റെ ഓട്ടോമാറ്റിക് മോഡലാണ് നമുക്ക് ഇപ്പം ഷോറൂമിൽ ഡിസ്പ്ലേക്ക് ഉള്ളത്. ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണ്ടി വരുമ്പോൾ നമുക്ക് വണ്ടിയുടെ എഞ്ചിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറയാൻ പറ്റും. ഇപ്പം ഞാൻ വണ്ടി ഒന്ന് കീ ഒന്നിട്ട്
ഈ കാണുന്നതാണ് ഡിസ്പ്ലേ. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാൽക്കുലേറ്റർ ഡിസ്പ്ലേ എന്നൊക്കെ മാറി സിട്രോൺ ഭയങ്കര അഡ്വാൻസ്ഡ് ആയി. ഈ ഒരു ഡിസ്പ്ലേ ഭയങ്കര അട്രാക്റ്റീവാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലും ലെതർ ഫിനിഷ്ഡ് ആണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ഇത് നമ്മുടെ ടോപ്പ് മോഡലാണ് വരുന്നത്. ഓട്ടോ സ്റ്റോപ്പ്, എഞ്ചിൻ ഓട്ടോ സ്റ്റോപ്പിൻ്റെ ഓഫിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ C3 എയർക്രോസിനും അതുപോലെ തന്നെ C3യിലും കണ്ട പോലെ സെയിം ഒരു എയർ വെൻറ്റും കാര്യങ്ങളാണ് വരുന്നത്. ഇത് ഫ്രണ്ട് ഡോറിൻ്റെ സൈഡ് പാനലിലേക്ക് വരുമ്പോഴത്തേക്കും 4 ഇലക്ട്രിക്കലായിട്ടുള്ള പവർ വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബോട്ടിൽ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ വരുന്ന ഈ ഒരു ഫിനിഷിങ്, ഇത് ശരിക്കും പറഞ്ഞാൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റഫ്നെസ് ഫീൽ ചെയ്യുന്നില്ല. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ ഫൈനാണ്, മോശമല്ലാത്തൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് സിസ്റ്റം തരുന്നുണ്ട്. എന്താണെങ്കിലും ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം. ആ സൗണ്ട് കേട്ടോ, ബസാൾട്ട് എന്നുള്ള പേര് പോലെ തന്നെ വോൾക്കൻ റോക്ക്, അതുപോലെ തന്നെ അത്ര സ്ട്രോങ് ആയിട്ടാണ് സിട്രോൺ അവരുടെ ഈ ഒരു ബസാൾട്ട് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതെന്ന് ആ ഒരു ഡോറിൻ്റെ സൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ പേഴ്സണലി ഉണ്ടായത്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഹാൻഡ് റെസ്റ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാം, അതൊരു ബെനിഫിറ്റാണ്. അത് മാത്രമല്ല ഹാൻഡിൻ്റെ സൈഡ് നോക്കിയാൽ ഇവിടെ ഒരു ഡിസൈൻ വരുന്നത് ഇതുമെല്ലാം നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാം. അത് മാത്രമല്ല ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കാണാവുന്നതാണ്. സോ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഒരു മാനുവലായിട്ടുള്ള തന്നെയാണ്, ഒരു ട്രഡീഷണൽ മാനുവലായിട്ട് തന്നെയുള്ളൊരു ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കിലാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഗിയർ ബോക്സ് ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക് നമുക്ക് വരുന്ന ടോർക്ക് കൺവെർട്ടറിലുള്ള ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ക്രീനിലേക്ക് പോവാം. അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. സ്പീക്കറിൻ്റെ ക്വാളിറ്റിക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആൻഡ്രോയിഡ് ആയിട്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. ഇത്രയും നാളും നമുക്ക് C3യിൽ നിന്ന് ഓട്ടോമാറ്റിക് AC കിട്ടിയിരുന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ ബസായിട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് AC ആണ് നമുക്ക് വരുന്നത്. താഴത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു USB പോർട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ 12 വോൾട്ടിൻ്റെ സോക്കറ്റാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു സാറ്റലൈറ്റിൻ്റെ സ്വിച്ചാണ് കാണുന്നത്. ഇതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ശരിക്കും 2 കപ്പ് ഹോൾഡറും ഒരു സ്റ്റോറേജ് സ്പേസാണ് കാണുന്നതെങ്കിലും അക്സസറി ആയിട്ട് നമുക്ക് വയർലെസ് ചാർജർ ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സിട്രോൺ കൊടുക്കുന്നുണ്ട്. നമുക്ക് നിലവിൽ ഇപ്പോൾ വയർലെസ് ചാർജർ വന്നിട്ടില്ല. പക്ഷേ ഇനി വരുന്ന കാറുകളിൽ വയർലെസ് ചാർജർ ഇൻബിൽട്ടായിട്ട് വരുമെന്നാണ് അവർ പറയുന്നത്. സോ ആസ് ഓഫ് നൗ നമുക്ക് വയർലെസ് ചാർജർ അഡീഷണൽ ആയിട്ട് സിട്രോണിൻ്റെ തന്നെ അക്സസറീസിൽ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. പക്ഷേ നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും ഓടിച്ച് നോക്കാനൊന്നും ആയിട്ടില്ല. പിന്നെ സേഫ്റ്റി ഫീച്ചറിലേക്ക് വരികയാണെങ്കിൽ 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഡ്രൈവർ സൈഡിലും അതുപോലെ കോ ഡ്രൈവർ സൈഡിലും ഓരോ എയർ ബാഗ്. അതുപോലെ തന്നെ പുറകിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു എയർ ബാഗ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഏറ്റവും പുറകിലും ഒരു എയർ ബാഗ് വരുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും പുറകിലേക്ക് പോയി നോക്കാം. ഇവരുടെ സീറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കംഫർട്ട് ഏറ്റവും കൂടുതൽ കൂട്ടുന്ന ഒരു സാധനം. സീറ്റും അതുപോലെ സസ്പെൻഷനും, ഫ്ലൈയിങ് കാർപ്പറ്റ് സസ്പെൻഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സെൻട്രൽ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ 2 കോഫി ഹോൾഡറിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് സീറ്റിലേക്ക് വരാം. ഈ സീറ്റ് ഭയങ്കര കുഷനിങ് ആണ് കേട്ടോ. അത് മാത്രമല്ല ഇത് 3 ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സൈഡ് സപ്പോർട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സീറ്റിൻ്റെ യാത്രാസുഖം ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ വണ്ടി ഓടിക്കാൻ ഓപ്ഷൻ ഇല്ലാത്ത കാരണം ഇരുന്ന് നമുക്ക് സംതൃപ്തിപ്പെടാം. നമുക്കിത് ഓരോ ഓപ്ഷനിൽ വയ്ക്കാം. ഇപ്പം ഞാനത് ഈ സൈഡിലേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നോർമലായിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷൻ. ഇപ്പം തന്നെ നമ്മൾ നല്ല അപ്രൈറ്റ് ആയിട്ടിരിക്കുകയാണ്. നമ്മളെ പുറകിലേക്ക് അത്യാവശ്യം റിക്ലൈൻഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഈ പൊസിഷൻ നമുക്ക് മാറ്റാം. ഇപ്പം നോക്കിയേ, ആ ഒരു ഡിഫറൻസ് നോക്കിയേ, നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഉയർത്താം. എൻ്റെ കാലിൽ ഇത്രയും സ്പേസ് വരുന്നുണ്ട്. സോ ഇത് ഇത്രയും ഒരു റിലാക്സ് ആയിട്ടുള്ള പൊസിഷനാണ്. ഓക്കെ, ഒരു ലെവലും കൂടെ ഉണ്ട്. 3ാമത്തെ ലെവലായിരുന്നു അത്. ഇത് വളരെ നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരാം. പുറകിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ 2 USB ചാർജർ സോട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റിയർ AC വെൻറ്റും വരുന്നുണ്ട്. ഇവിടെ പറയാനുള്ള വേറൊരു കാര്യം ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് ആണ്. ഇതാണ് ഇവരുടെ ബസാൾട്ടിൽ വന്നിരിക്കുന്ന ഒരു ഹെഡ് റെസ്റ്റ്. നമ്മുടെ
ഹെഡ് ശരിക്കും ഒന്ന് കവേർഡ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് തരുന്ന രീതിയിലുള്ളൊരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളും കൂടിയാണ് വന്നിരിക്കുന്നത്. അത് അധികം വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഹെഡ് സ്പേസ് പറയുന്നത് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഹെഡ് സ്പേസ് ആണ്. അത്യാവശ്യം ഹെഡ് സ്പേസും കാര്യങ്ങളുണ്ട്, മോശമല്ലാത്ത, അതായത് ഒരു കൂപ്പ SUV-ക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഹെഡ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അതുപോലെ പുറകിലേക്ക് വരുമ്പോൾ ഒരു ലാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബസാൾട്ടിൽ വരുന്നത് ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ്. അതിനോടൊപ്പം ഒരു ടർബോയും കൂടെ വരുന്ന 2 എഞ്ചിൻ ഓപ്ഷൻസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ മാനുവലിലും ഓട്ടോമാറ്റിക്കലും നമുക്ക് ബസാൾട്ട് അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ പ്രൈസ്, ഓൺ റോഡ് പ്രൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. നമുക്ക് ഒരു ഏറ്റവും ബേസ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,10,000 ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ടർബോയിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15,99,000 ആണ് വരുന്നത്. അതുപോലെ ടോപ്പ് സ്പെക്കിലേക്ക്, അതായത് ടർബോ വരുന്ന 1.2 ലിറ്റർ ഡ്യുവൽ ടോൺ ടോപ്പ് സ്പെക്കിലേക്ക് വരുമ്പോഴത്തേക്കും 17,24,000 ആണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് സ്പെക്ക് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും, കൂടുതൽ നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും അതുപോലെ ബുക്കിംഗ് ഡീറ്റെയിൽസ്, പിന്നെ വാഹന സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ടിനും നിങ്ങൾക്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് സിട്രോണിൻ്റെ കുണ്ടന്നൂരുള്ള വൈറ്റിലുള്ള ഷോറൂമാണ്. സോ 10 lakhs തൊട്ട് നമുക്ക് ഈ ഒരു ബസാൾട്ട് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഓൺ റോഡാണ്, എക്സ് ഷോറൂം പ്രൈസ് അല്ല പറയുന്നത്. അതുപോലെ 10 lakhs തൊട്ട് 17 lakhs വരെയാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള എൻജിൻസ് വരുന്ന 2 മോഡൽസ് ഉണ്ട്. അതുപോലെ ടർബോ വരുന്ന, ബാക്കിയെല്ലാം ടർബോ വരുന്ന മോഡലാണ്. ടർബോയിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു സെക്കൻഡ് വേരിയൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, മാനുവൽ ട്രാൻസ്മിഷൻ നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 12,36,000 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ടർബോയിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും 15 lakhs ആണ് വരുന്നത്. 3 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ ടോർക്ക് കൺവെർട്ടറാണ് ഗിയർ ബോക്സ് വരുന്നത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് ടർബോ വേരിയൻ്റ് ഉണ്ട്, അത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അതിലേക്ക് വരുമ്പോഴത്തേക്കും 15,38,000 ആണ് നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നത്. സോ ഇതൊരു വാക്ക് റൗണ്ട് റിവ്യൂ ആയിരുന്നു. വണ്ടിയുടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. വണ്ടി വന്നിട്ടില്ല. സോ ബുക്കിങ്ങിനും അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിനുമുള്ള ഇൻഫർമേഷൻ കാര്യങ്ങൾക്കുമായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ദേ വിൽ ഹെൽപ്പ് യു. സോ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ എല്ലാവരും സേഫായിട്ട് വണ്ടി ഓടിക്കുക. ഹാപ്പി മോട്ടറിങ്.